അതിലേക്കുള്ള ഒരു ഇൻട്രോഡ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു. ആ കുറഞ്ഞു വരുന്ന സമയത്തും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആൻ്റണി പഴയ ജമ്പിലേക്ക് തിരിച്ചു പോകുമോ, അതോ അതിനെ എത്ര കണ്ട് അനിൽ ആൻ്റണിക്ക് തടഞ്ഞു നിർത്താൻ കഴിയും? അതായത് ആൻ്റണി ഈ മണ്ഡലത്തിന് പൊതുവെ ഒരു അനഭിമതനായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അതൊരു രണ്ടഭിപ്രായമില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരു മണ്ഡലത്തിന് ജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. ഇദ്ദേഹം പോരാ, പത്തനംതിട്ടയ്ക്ക് ഇദ്ദേഹം പോരാ എന്നുള്ളത്. പക്ഷേ ആൻ്റണിക്ക് പകരക്കാരനെ കണ്ടെത്തുവാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ വാസ്തവം. LDF നിർത്തിയിരിക്കുന്ന ആൾ പോലും ഐസക്കിനെ എങ്ങനെയാണ് ആൻ്റണിക്ക് പകരമായി പത്തനംതിട്ട സ്വീകരിക്കുന്നത്? ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം പോലും കേരളത്തിൽ വീശാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അതിനെ തടഞ്ഞു നിർത്താൻ ഐസക്കിന് എങ്ങനെ കഴിയും? കാരണം ഐസക്ക് ഇപ്പോഴുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ ഒരു ഉത്തരവാദിയാണ് എന്ന രീതിയിലും ചർച്ചകൾ പോകുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ്. അല്ല, നമ്മൾ ഡിസ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൻ്റണി വലിയ ഭാഗ്യമുള്ള ആളാണെന്ന് പറയാം. കാരണം അദ്ദേഹത്തിന് പലപ്പോഴും കിട്ടിയിരിക്കുന്ന എതിർ കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ കഴിഞ്ഞ തവണത്തേത് ഒരു അബറേഷൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പൊതുവെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എതിർ സ്ഥാനാർത്ഥികളുടെ അവരെ ആരെയും വില കുറച്ച് കാണുകയില്ല. പക്ഷേ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരുടെ ഒരു പ്രഭ മങ്ങിപ്പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സവിശേഷമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നില്ല. മണ്ഡലത്തിൽ ശ്രദ്ധേയമായിട്ട് പറയാനുള്ള 15 വർഷത്തെ MP ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട നേട്ടം ഞാൻ കൊണ്ടുവന്നത് ഇതാണ് എന്ന രീതിയിലത്തേക്ക് അവകാശപ്പെടാനുള്ള ഒരു നേട്ടം പോലുമില്ല. ഇത്തവണയും ഈ പറഞ്ഞതുപോലെ അവിടെ ഒരുപക്ഷെ താരതമ്യേന നോൺ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരാനായിട്ട് CPM-ന് സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെ എന്തുകൊണ്ടോ തോമസ് ഐസക്കിനെയാണ് കൊണ്ടുവന്നത്. തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഒരു പ്രാരംഭം അവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ആരംഭം അവിടെ നിന്നാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ കിഫ്ബി തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ അവരുടെ റേഡാറിലുള്ള ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഒരു ഇമേജ് കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അവർക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് തോമസ് ഐസക്ക് അവിടെ വന്നത് എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ ഒരുപക്ഷെ അനിൽ ആൻ്റണി പ്രവേശിച്ചാൽ പോലും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടിയാൽ പോലും അത് ചിലപ്പോൾ എറണാകുളത്തായിരിക്കാം എന്നാണ് ആദ്യം പറയപ്പെട്ടത്. പക്ഷേ അതല്ലാതെ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് പത്തനംതിട്ടയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ആ സ്ഥാനാർത്ഥികൾ എത്രത്തോളം ആ മണ്ഡലവുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വെറ്ററൻ എന്ന് പറയാവുന്ന ആൻ്റണിക്ക് വീണ്ടും ഈ അസാമാന്യമായിട്ടുള്ള ജോർജ് അങ്ങനെയും കരുതാമല്ലോ. കാരണം അനിൽ ആൻ്റണിയോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ ഇവരൊന്നും ആൻ്റണിക്ക് പകരം വയ്ക്കുന്ന ഒരാളായിട്ട് മാറുന്നില്ല എന്നുള്ള നിരീക്ഷണം. ഇപ്പോൾ ഐസക് അവിടെ വന്നു എന്ന് വെച്ച് ഐസക്കിന് ഇപ്പോൾ വീണ ഉണ്ടാക്കിയതിനേക്കാൾ ഉപരിയായിട്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കഴിയും? ഇപ്പോൾ വീണയ്ക്കാണെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ നല്ലൊരു പിന്തുണ ഉള്ളതാണ്. എന്നിട്ട് പോലും ആൻ്റണിയെ മറികടക്കാൻ കഴിഞ്ഞില്ല വീണയ്ക്ക്. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഐസക്കിനെ കൊണ്ടുവന്നതുകൊണ്ട് എന്ത് പുതിയ പ്രയോജനം കിട്ടിയിട്ടുണ്ട്? ഐസക്കിന് അങ്ങനെ ഒരു ഇൻറോഡ് ഉണ്ടാക്കുന്ന അതിനുള്ള ഒരു സാധ്യത അങ്ങനെ വന്നിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ ഒരു വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? അല്ല, ഐസക്ക് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിലെ CPM-ൽ മാത്രമല്ല പൊതുരാഷ്ട്രീയത്തിൽ തന്നെ ഏറെ തലയെടുപ്പുള്ള ഒരു നേതാവാണ്. നീണ്ടകാലം ധനകാര്യമന്ത്രിയായിരുന്നു. CS-ൻ്റെ കാലത്ത് ആ ഗവൺമെൻറ്റിനെ തന്നെ നയിച്ചിരുന്നത് ഐസക്കായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ ഐസക്കിനൊരു പേരുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ പറഞ്ഞാൽ ED കണ്ട് പേടിച്ചോടുന്ന ആളൊന്നുമല്ല ഐസക്ക് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പേടിച്ചോടത്തില്ല, നിങ്ങൾ ഇതിനെ കാരണം പറ. ഹൈക്കോടതിയുടെ അടുത്ത് EDക്ക് കാരണം പറയേണ്ടി വന്നു, കാരണം ഇല്ല എന്നുള്ള കാര്യം സമ്മതിക്കേണ്ടി വന്നു. അതും കൂടിയുണ്ട്. അത് അങ്ങനെ ഒരു നെഗറ്റീവ് ഐസക്കിൻ്റെ ഭാഗത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ശ്രീ ജേക്കബ് ജോർജ്, ഈ ഭരണവിരുദ്ധ വികാരം എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാറുണ്ട്. അതിപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉണ്ട് എന്ന രീതിയിലാണല്ലോ പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ അത് വീശുമ്പോൾ അത് ആ കാറ്റിൽ ഐസക്കിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം ഐസക്ക് ഈ മന്ത്രിസഭയിലെ അംഗമല്ല എങ്കിൽ പോലും ഐസക്കിന് ഇതിൻ്റെ പലതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഈ സാമ്പത്തിക വിഷയങ്ങളിൽ. അപ്പോൾ ഐസക്കിനെ അങ്ങനെ ജനങ്ങളെല്ലാം മറന്നുകൊണ്ട് പുണരും എന്ന് പറയുമ്പോൾ അതിലൊരു വിരോധാഭാസമില്ല. അല്ല, ഐസക്കിനെ ഒരു ധനതത്വ ശാസ്ത്ര വിദഗ്ധൻ എന്നതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ പൊതുവേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ സ്ഥാനമുണ്ട്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നൊരിക്കലും ആരെങ്കിലും പറയും എന്നെനിക്ക് തോന്നുന്നില്ല. കിഫ്ബി എന്നത് കേരളത്തിൻ്റെ നേട്ടമാണ്. കിഫ്ബി ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലേക്ക് കിഫ്ബി തന്നെ കേരളത്തെ എത്തിച്ചിട്ടുണ്ട് എന്നും കൂടെ പറയണം. പക്ഷേ ഇവിടെ മഞ്ജുഷ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ, ഐസക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രയോഗം പത്തനംതിട്ടയിൽ ഒരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയായിട്ട് എമേർജ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ആ വ്യത്യാസം. ആദ്യം തുടക്കത്തിൽ ഐസക്കിന് ആ അനുകൂല ഘടകം ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രചാരണം അങ്ങോട്ട്
കൂട്ടിയപ്പോൾ പ്രചരണം അങ്ങോട്ട് കടുപ്പിക്കുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സന്ദേശം വളരെ വിദഗ്ധമായിട്ട് പ്രൊഫഷണലായിട്ട് എത്തിക്കുകയും ചെയ്തതോടുകൂടി ഐസക്കിൻ്റെ പ്രൊഫൈൽ വളർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെയാണ് ഈ രണ്ട് പേർ തമ്മിൽ, ആൻറ്റോ ആൻ്റണിയും തോമസ് ഐസക്കും തമ്മിൽ മത്സരിക്കുമ്പോൾ ആര് ജയിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. പത്തനംതിട്ട ഒരു തീപാറുന്ന പോരാട്ടം, നമ്മുടെ പിന്നിൽ കാണുന്ന തീ പോലെ തന്നെ തീപാറുന്ന പോരാട്ടമാണ് അക്ഷരാർത്ഥത്തിൽ. അതാണ് ഞാൻ പറയുന്നത്, ഐസക്കിനെ ഒരു കാരണവശാലും പത്തനംതിട്ടയുടെ കോണ്ടെക്സ്റ്റിൽ എഴുതി തള്ളാനാവില്ല. അവിടെ അദ്ദേഹം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെ, ആൻറ്റോ ആൻ്റണിയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെ. മറ്റ് പോസിറ്റീവ് ഫാക്ടർ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സമുദായ ഘടകങ്ങളും ഒക്കെ കൂടെ യോജിച്ചുകൊണ്ട് പത്തനംതിട്ട എപ്പോഴും അങ്ങനെയാണല്ലോ ചിന്തിക്കുക. ആ രീതിയിൽ താങ്കൾക്ക് അതിനെ എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വാധീനമുണ്ട്, മർത്തോമാ സഭയ്ക്ക് സ്വാധീനമുണ്ട്, NSSനും സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും ഈ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളുടെ ഒരു ഘടനയല്ല ഈ 2 മണ്ഡലങ്ങളിലും വരുന്നത്. അവിടെ SDPIക്ക് സ്വാധീനമുള്ള ചില മേഖലകൾ അവർ ഇപ്പോൾ തന്നെ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പിന്തുണ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ പിന്തുണയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. മാത്രമല്ല ഈ പൂഞ്ഞാറിൽ ഈ വൈദികനെതിരെ ഈ ഇടയ്ക്ക് നടന്ന ആ ഒരു ആക്രമണം, അതിൻ്റെ അലയൊളികൾ, അതെല്ലാം അതിനകത്ത് അവിടെ പ്രകടമാണല്ലോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഐസക്കിന് എതിരായിട്ടല്ലേ വരുന്നത്? അതാണ് ഈ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഒരു മഹാഭാഗ്യവാനായിട്ട് ആൻറ്റോ ആൻ്റണി ഇത്തവണയും വരുന്നു എന്ന രീതിയിലല്ലേ അത്? അല്ല, ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആദ്യം ഒന്നാം പിണറായി ജയിച്ച് കയറിയ തെരഞ്ഞെടുപ്പ്, 2021 രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെ വരവ്, പത്തനംതിട്ട ജില്ലയുടെ ഒരു കിടപ്പ് നോക്കിക്കേ, മുഴുക്കുകയും ഇടതുപക്ഷത്തേക്ക് തിരിയുകയാണ് നിയമസഭാ സീറ്റുകൾ. എന്തുകൊണ്ട്? അവിടെ നമ്മളൊന്നും കാണാത്ത ഒരു മാറ്റം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ പണ്ടൊക്കെ, ഞാനൊക്കെ പള്ളിയിൽ പോകുന്ന ചെറുപ്പകാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ കോൺഗ്രസ് അല്ലെ കേരള കോൺഗ്രസ്, ഞാൻ മാരാമണ്ണ് മർത്തോമ സഭ, അവിടെ കേരള കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്, അവരെ കാണാനുള്ളൂ. പക്ഷെ ഇപ്പോഴതല്ല സ്ഥിതി. ഞങ്ങളുടെ ആ പ്രദേശത്തെ മർത്തോമ ഓർത്തഡോക്സ് പള്ളികളിലൊക്കെയും SFIക്കാർ, DYFIക്കാർ വൻതോതിലുണ്ട്. പ്രകടമായ ഒരു മാറ്റമാണ്. ആ മാറ്റമാണ് കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പത്തനംതിട്ട ജില്ലയിൽ ഒന്നാകെ, തിരുവല്ല, കോന്നി, ആറന്മുള തുടങ്ങിയ പന്തളം തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെയും കണ്ടത്. അതങ്ങനെ ഒരു വൺ ടൈം ചരിവായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കോൺടെസ്റ്റിൽ മാത്രം ഉണ്ടായിരിക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ 2019 ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവർത്തിക്കുകയായിരുന്നെങ്കിൽ 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആൻറ്റോയ്ക്ക് ഗുണകരമാവില്ലായിരുന്നു, അവിടെ വീണയ്ക്ക് ജയിക്കാമായിരുന്നു. പക്ഷേ 2019 ഇതിനെയൊക്കെ മറികടക്കുന്ന, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ശബരിമല വിഷയമല്ല, അവിടെ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാവും, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ആ ഭാഗത്തെ ക്രിസ്ത്യൻ സമുദായം, അവരെ ബേസിക്കലി അവരുടെ മനസ്സ് പ്രോ കോൺഗ്രസ് നിലപാടാണ്. അവരുടെ മനസ്സ് രാഹുൽ ഗാന്ധി അങ്ങനെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ പ്രോ കോൺഗ്രസ് നിലപാട് തന്നെ ഈ ക്രൈസ്തവ വിഭാഗത്തിന് പത്തനംതിട്ടയിൽ ഉണ്ടാവുകയില്ല. അല്ലാതെ ഈ 2021 5 സീറ്റുകളും പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകൾക്കും പുറമെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും സീറ്റുകളും LDFനായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ 7 സീറ്റുകളും LDFനാണ് അല്ലേ? ആ ഒരു സാഹചര്യം ഉണ്ടോ ശ്രീജിത്ത് പണിക്കർ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറൊരു കോൺഗ്രസിൽ നടക്കുന്നു. അതുമാത്രമല്ല, അങ്ങനെ ഇപ്പോൾ അതുമാത്രമല്ല കേരള കോൺഗ്രസിൻ്റെ ഒരു ചേരിമാറ്റം ആ സമയത്തുണ്ടായിരുന്നു. അത്രയും ഇൻടാക്റ്റ് ആണോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വോട്ടുകൾ LDFനൊപ്പം ഇപ്പോൾ? അല്ല, നോക്കൂ, ഇത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ നിയമസഭയുമായി കമ്പയർ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അങ്ങനെയാണ് എങ്കിൽ തിരുവനന്തപുരത്ത് 7-ൽ 6 LDF ആണ്. പക്ഷേ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് തീരെയില്ല, 3ാം സ്ഥാനത്ത് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. അപ്പോൾ അത് 2 രീതിയിലാണ് ആ വോട്ടിംഗ് നടക്കുന്നത്. പത്തനംതിട്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ 7-ൽ 7. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ LDFൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയാം. പക്ഷേ LDFകാർ പോലും പറയുന്ന സമയത്ത് ആ രീതിയിലത്തേക്ക് അതിനെ പറയാറില്ല. ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ പോലും കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം, 19,000-ന് മുകളിലേക്ക് വരെ ഭൂരിപക്ഷം വന്നിരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ LDFന് അനുകൂലമാണെന്ന് പറയാം. പക്ഷേ ആ രീതിയിലത്തേക്കല്ല ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, കാൻഡിഡേറ്റിനെ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തോമസ് ഐസക്ക് കേരളത്തിലെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ വളരെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയാണ്. എങ്കിലും
കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ അതിൽ കുറച്ച് പ്രശ്നമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊതു അഭിപ്രായം, അത് മാധ്യമങ്ങൾ വഴിയാണെങ്കിലും മറ്റുള്ള ഇതര രാഷ്ട്രീയ കക്ഷികളുടെ പ്രചരണം വഴിയാണെങ്കിലും ഈ അനുബന്ധ വിഷയങ്ങൾ, കേസുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വഴിയാണെങ്കിലും ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ഇമ്പ്രഷനുണ്ട്. പിന്നെ രണ്ട്, അദ്ദേഹം സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളല്ല. അത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം സമ്മതിക്കില്ല. പക്ഷേ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുന്ന ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലത്തേക്ക് പറയുന്ന ഒരു വ്യക്തിയാണ്. നേരെ മറിച്ച് നമ്മൾ ആൻറ്റോ ആൻ്റണിയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. അപ്പോൾ ഈ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ, അത് എത്രത്തോളം അദ്ദേഹത്തിന് ആൾക്കാരിലേക്ക് വന്നാലും തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടില്ലാത്ത ആളാണ്. അതെ, നിയമസഭയിലേക്ക് 3-4 തവണയൊക്കെ ജയിച്ചയാളാണ്. അതിലൊന്നും പ്രശ്നം പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഷിഫ്റ്റാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ യഥേഷ്ടം കറൻസി പ്രിൻറ്റ് ചെയ്തുകൂടെ തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വലിയ വിവാദം തന്നെ അന്ന് ഉണ്ടായിട്ടുണ്ട്. ട്രോളുകൾ മാത്രമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ രണ്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയൊക്കെ എൻക്വയറി വരുന്ന സമയത്ത് ആരാടാ ഏതാടാ എന്നൊക്കെ ചോദിക്കുകയും നിങ്ങൾ പിടിച്ച് മൂക്കി കയറ്റുമോ എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഹീറോയിസം ഒരു വശമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മെറിറ്റ് എന്താണ്, അന്വേഷണത്തിലൂടെ സഹകരിക്കേണ്ടതല്ലേ എന്നുള്ള ചില വശങ്ങൾ അവിടെ വേറെയുമുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്ന ഭരണഘടനാപരമായിട്ടൊരു സംസ്ഥാനത്തിന് ഇങ്ങനത്തെ ഒരു ബോറോവിങ് പറ്റില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അതൊരു പ്രശ്നമാണ്. അതെങ്ങനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സാങ്കേതികമായിട്ട് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അവിടെ ഒരുപക്ഷെ ഈ ആരാടാ ഏതാടാ പറഞ്ഞതുകൊണ്ട് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ കേരള കോൺഗ്രസിനെ പറ്റി പറഞ്ഞാലും അതല്ല എങ്കിൽ സഭകളുടെ സ്വാധീനത്തിനെ പറ്റി പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറുണ്ട്. അത് ശ്രീ ജേക്കബ് ജോർജിനും തർക്കമില്ലാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു. ഇത്തവണ അത് കിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ പോകുന്ന വോട്ട്, സപ്പോസ് ഒരു 1 ലക്ഷം വോട്ട് കുറഞ്ഞു എന്ന് കരുതിക്കും, ഇതെവിടെ പോകും? കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പിടിച്ച വോട്ട് ഇത്തവണ അനിൽ ആൻ്റണിക്ക് കിട്ടിയില്ല എങ്കിൽ അത് തോമസ് ഐസക്കിന് പോകുമോ? അങ്ങനെ പോകുന്ന സ്വഭാവമുള്ള വോട്ടായിരുന്നോ? അല്ല എന്നാണ് എൻ്റെ പക്ഷം. അത് ആൻറ്റോ ആൻ്റണിക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ഫാക്ടറുകളെയും മറികടക്കാൻ, അതായത് അനിൽ ആൻ്റണി ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല, ആ ഫാക്ടർ അവിടെ വർക്ക് ചെയ്തില്ല എങ്കിൽ ആൻറ്റോ ആൻ്റണിക്ക് മികച്ച ഭൂരിപക്ഷം, അതായത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കുറഞ്ഞു വരികയല്ല, ആ ട്രെൻഡിന് ഒരു റിവേഴ്സ് ട്രെൻഡ് ഉണ്ടാകാനുള്ള സാധ്യത പോലും ഉള്ള മണ്ഡലമാണ് പത്തനംതിട്ട. അല്ലെങ്കിൽ ഈ വോട്ട് എവിടെ പോകും? കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നിൽക്കുമ്പോൾ ശബരിമലയായിരുന്നു ഈ വോട്ട് കൺസോളിഡേഷന് കാരണമെങ്കിൽ അത് ന്യായമായും തോമസ് ഐസക്കിന് പോകാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശബരിമല വിഷയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, തെറിജപം തുടങ്ങിയ ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. അത് ആൾക്കാർക്ക്, വിശ്വാസി സമൂഹത്തിന് ഇഷ്ടമല്ലാത്ത പ്രസ്താവനകളാണ്. അപ്പോൾ ആ വോട്ട് എവിടെ പോകും? സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ അലക്കി തേച്ചതുപോലെ നിൽക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൻറ്റോ ആൻ്റണിയാണ് താരതമ്യേന ഭേദമെന്നേ ആൾക്കാർ കരുതുന്നു. ശ്രീ ജേക്കബ് ജോർജ്, കാരണം സാധാരണക്കാരുടെ ഭാഷ തോമസ് ഐസക്കിന് ബുദ്ധിമുട്ടാണ്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ട്രോളുകൾ ഒരുപാട് മഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ